തലശ്ശേരി അതിരൂപതയിലെ തളിപ്പറമ്പ് ഇടവകപ്പള്ളിയുടെ കീഴിലുള്ള ഒരു സ്വതന്ത്ര കുരിശുപള്ളിയാണ് ഈ ഇൻഫന്റ് ജീസസ് ദേവാലയം. ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇടവകയ്ക്ക് കീഴിൽ 50ഓളം കുടുംബങ്ങളാണ് നിലവിലുള്ളത്. ഈ ഇടവയ്ക്ക് കൗതുകകരമായൊരു ചരിത്രമുണ്ട്. കാരണം 11-12 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഈ ദേവാലയം ഒരു സിനിമ ടാക്കീസ് ആയിരുന്നു. നിഷ ടാക്കീസ് എന്നായിരുന്നു ഈ സിനിമാ തിയേറ്ററിൻ്റെ പേര്. അനേകം ആളുകൾ അവരുടെ കൗതുകത്തിന് വേണ്ടി പണ്ട് വന്നിരുന്ന് സിനിമ കാണാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കൊട്ടക പിന്നീട് 12 വർഷങ്ങൾക്കിപ്പുറത്ത് തലശ്ശേരി അതിരൂപതയിൽ ഒരു സ്വതന്ത്ര കുരിശുപള്ളിയായി ഉയർന്നതിൻ്റെ പിറകിൽ ഒരുപാട് മനുഷ്യരുടെ കഠിനാധ്വാനവും പരിശ്രമവും വിശ്വാസദാർഢ്യവുമുണ്ട്. എൻ്റെ പേര് KT ഫ്രാൻസിസ് കിഴക്കയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഞാനൊരു എക്സ് സർവീസ്മാനാണ്. എൻ്റെ സർവീസിൻ്റെ കാലാവധിക്ക് ശേഷം ഞാൻ ഇവിടെ വരികയും എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇവിടെ താമസമാക്കുകയും ചെയ്തു. അന്നത്തെ കാലത്ത് എൻ്റെ കുട്ടികൾ നോർത്ത് ഇന്ത്യയിൽ പഠിച്ചുകൊണ്ട് അവർക്ക് മലയാളം അറിയില്ലായിരുന്നു. അതുകൊണ്ട് സെൻട്രൽ സ്കൂൾ എവിടെയാണുള്ളത് ആ സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ സ്ഥലം സെലക്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് തളിയിൽ നല്ല സൗകര്യപ്രദമായ ഒരു വീട് കിട്ടുകയും ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും അവിടെ എന്നോട് ചേർന്ന് തന്നെ എനിക്ക് സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ അവിടെ സ്ഥലം വാങ്ങിച്ച് വീടെടുക്കുകയും ചെയ്തു. വീടെടുത്തതിന് ശേഷം ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇൻഡസ്ട്രിയൽ പ്ലോട്ടിൻ്റെ അടുത്താണ് ഇൻഡസ്ട്രിയൽ പ്ലോട്ടിലാണ് എൻ്റെ വർക്ക്ഷോപ്പ് സമുച്ചയം ഉള്ളത്. ഈ വർക്ക്ഷോപ്പ് സമുച്ചയത്തിൽ ഞാൻ ഇന്ന് രാവിലെ പോകുന്ന സമയത്ത് ഈ ലേഡീസ് ഹോസ്റ്റലിൽ നിന്നുള്ള പെൺകുട്ടികളും മറ്റ് ആൺകുട്ടികളും എല്ലാം ഇവിടുന്ന് കുർബാന കാണാൻ വേണ്ടിയിട്ട് ബക്കളത്തേക്ക് പോകുന്നത് ഞാൻ എന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുർബാന നമ്മുടേതായ രീതിയിൽ ഒരു കുർബാന ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഉപകാരപ്രദമാവും. തന്നെയല്ല നമുക്ക് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനും കഴിയും എന്നുള്ള രീതിയിൽ ഞാൻ അന്നത്തെ വികാരി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ഒരു കുർബാന വൈകുന്നേരം അർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ മതി, അത് റൂഫിൻ്റെ മുകളിലായാലും പ്രശ്നമൊന്നുമില്ല, ഞാൻ അവിടെ കുർബാന ചെല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് സൂട്ടബിളായിട്ടുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ എൻ്റെ വർക്ക്ഷോപ്പ് തന്നെ തൽക്കാലം പണി തീർന്നെങ്കിലും അത് ഉപയോഗത്തിലില്ലായിരുന്നു. കാരണം ഞാൻ മറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ അതവിടെ വെറുതെ കാലിയായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അച്ചോ നമുക്ക് ഈ കെട്ടിടം ഉപയോഗപ്പെടുത്താം, ഇതിനുള്ളിൽ ഞായറാഴ്ചകളിൽ നമുക്ക് കുർബാനയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ചകളിൽ അവിടെ കുർബാനയല്ലേ ഏകദേശം 1 വർഷത്തോളം അവിടെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നു. പക്ഷേ അതിൽ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു. പ്രാദേശിക എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് രാവിലെ കുർബാന, തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും ആ പ്രദേശത്തുള്ള എതിർപ്പുള്ള ആൾക്കാർ അവിടെ വന്നത് മലമൂത്ര വിസർജനം നടത്തുകയും മറ്റ് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കിയില്ല. ശനിയാഴ്ച വൈകുന്നേരം എല്ലാം ക്ലീനാക്കി ഞായറാഴ്ച വീണ്ടും കുർബാനയ്ക്ക് തയ്യാറായി. അങ്ങനെ തയ്യാറാക്കി 1 വർഷത്തോളം ഏകദേശം അവിടെ കുർബാന ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ കംപ്ലൈൻറ്റ് പോയി. ഇൻഡസ്ട്രിയൽ പ്ലോട്ടിൽ അങ്ങനെ കുർബാന ചെല്ലാൻ പാടില്ല. ഇൻഡസ്ട്രിയൽ പ്ലോട്ടിൽ വ്യവസായത്തിന് തന്ന സ്ഥലം വ്യവസായം ചെയ്യുന്നില്ല എങ്കിൽ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അപ്പോൾ ജനറൽ മാനേജർ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു താൽക്കാലികമായിട്ട് ഒരു സ്ഥലം കിട്ടുന്നവരെ മാത്രമേ ഇത് ഇവിടെ ചെയ്യുന്നുള്ളൂ, അതിനല്ലാതെ ഇത് ഞാൻ പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്തതോ അല്ലെ കുർബാനയെല്ലാം വേണ്ടി കൊടുത്തതോ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ മാനേജിങ് ഡയറക്ടർ എനിക്കൊരു 1 മാസത്തെ സമയം തന്നു. 1 മാസ സമയത്തിനുള്ളിൽ സംഗതി എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതിന് സ്യൂട്ടബിളായിട്ടുള്ളൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ധർമ്മശാല സ്ഥലത്ത് മാങ്ങാട് നിഷ ടാക്കീസ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നതും അയാൾ എൻ്റെ സുഹൃത്താണ്, അയാൾ എൻ്റെ പരിചയക്കാരനാണ്. ഞങ്ങൾ ഈ സ്ഥലം അന്വേഷിക്കുന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അയാൾ വന്നിട്ട് പറഞ്ഞു ഫ്രാൻസിസ് ഇതെങ്ങനെയെങ്കിലും നിങ്ങളിത് എടുത്തു കഴിഞ്ഞിട്ട് അയാൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു, ആ ബാധ്യത തീർക്കാൻ അയാൾ ഈ സ്ഥലം പള്ളിക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ പേര് അറയ്ക്കൽ ജോർജ്. തളിപ്പറമ്പ് പള്ളിയുടെ പേരാണ്. സ്ഥലമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാരിടയ്ക്കുന്ന് അതിനകത്ത് എതിർപ്പുണ്ടായി. ഇവിടെ പള്ളി സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായി.
ആ ഇവിടുന്ന് നമ്മൾ പഞ്ചായത്തിലേക്ക് ഇത് പള്ളിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പെർമിഷന് വേണ്ടി ലെറ്റർ കൊടുത്തു. അത് അവിടുന്ന് അവർ കലക്ടറാണ് അനുവദിക്കേണ്ടത്, അതുകൊണ്ട് അവിടത്തേക്ക് അത് അയച്ചു. ആ സമയത്ത് ഇവർ ഒബ്ജക്റ്റ് ചെയ്യുകയും അത് കേസാക്കി മാറ്റുകയും ചെയ്തു. കലക്ടർ അവിടുന്ന് ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. ആ തന്ന സമയം എതിർത്തുകൊണ്ട് സ്റ്റേ വാങ്ങി ഹൈക്കോർട്ടിൽ നിന്ന്. അത് കൊണ്ടാണ് ഞങ്ങൾക്ക് 2006 ഈ സ്ഥലം എടുത്തിരുന്നെങ്കിലും പള്ളി ഇവിടുന്ന് കുർബാന തുടങ്ങാൻ വേണ്ടി 2013 വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. എൻ്റെ പേര് മാണി പാലക്കൽ എന്നാണ്. ഞാൻ ഈ ഉണ്ണീശ പള്ളിയുടെ ഏറ്റവും അടുത്തായിട്ട് താമസിക്കുന്ന ഒരു ഇടഭാഗമാണ്. ഈ സ്ഥലം വാങ്ങിയപ്പം തൊട്ട് വാങ്ങാൻ തീരുമാനിച്ച അന്നു മുതൽ ഉണ്ണീശോയുടെ കരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. 2013 സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഈ പള്ളിയിൽ വിശുദ്ധ കുർബാന നടക്കുന്നത്. അതിനു മുന്നേ അഭിമന്യ വലിയമറ്റം പിതാവ് ഇത് വെഞ്ചരിച്ച ദിവസം കുർബാന നടത്തിയില്ല. അതിനുശേഷം 2013 സെപ്റ്റംബർ 3-ാം തീയതി അന്നത്തെ വികാരി ജനറലായിരുന്ന പോണാട്ടച്ചനാണ് ആദ്യമായി നമ്മുടെ ഈ ആൾത്താരയിൽ കുർബാന അർപ്പിച്ചത്. അന്നും ചില നിയമപ്രശ്നങ്ങൾ മൂലം നമുക്ക് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല, അംഗീകാരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ദിവസ കുർബാന നടത്തുകയോ തിരുനാൾ നടത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അത് 2016, 2017 വർഷങ്ങളിലാണ് സ്ഥിരമായിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെയായത്. ഈ പള്ളി ഇന്ന് സ്ഥാപിക്കുന്നതിന് ഏറ്റവും കൂടുതലും ഞങ്ങളെ സഹായിച്ചത്, മുൻകൈ എടുത്തത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അന്നത്തെ അതിരൂപത മെത്രാപ്പൊലീത്തയായിരുന്ന അഭിമന്യ വലിയമറ്റം പിതാവായിരുന്നു. ഒപ്പം വലിയമറ്റം പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് തളിപ്പറമ്പ് ഇടവക വികാരിയായിരുന്ന പട്ടാകുളം അച്ഛനാണ്, തോമസ് പട്ടാകുളം അച്ഛനാണ്. അച്ഛൻ്റെ ദീർഘവീക്ഷണവും എല്ലാ തരത്തിലുള്ള ഉപദേശവും സൂക്ഷ്മതയും ഞങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ഇതിന് മുന്നോട്ട് പോവുകയും ചെയ്തു. ജോബിൻ വലിപറമ്പിൽ അച്ഛൻ ഇവിടെ റെസിഡൻറ്റ് പ്രീസ്റ്റും കൂടിയാണ്. ഇവിടെ താമസിച്ച് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഇവിടെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഇടവകയോട് ചേർന്ന് 50 കുടുംബങ്ങളിൽ നിന്നായി നിരവധി ജോലിക്കാരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന പോലീസ് ഓഫീസേഴ്സും വക്കീലന്മാരും ഒക്കെ ഉൾപ്പെടുന്ന വളരെ എലൈറ്റായിട്ടുള്ള ഒരു വിശ്വാസ സമൂഹം നമ്മുടെ ഇടവകയോട് ചേർന്നുണ്ട് എന്നുള്ളത് ഈ ഇടവകയുടെ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. പള്ളിക്ക് അനുവാദം കിട്ടിയ സമയത്ത് ഏത് പേരിടണമെന്നുള്ള ചർച്ച നടന്നു. അതിൽ കൂടുതൽ ആൾക്കാരും അഭിപ്രായപ്പെട്ടത് ഉണ്ണീശോ പള്ളി വരുന്നതാണ്, ഉണ്ണീശോയുടെ പേരിലുള്ള പള്ളിയാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ പേരാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം വരികയും ഞങ്ങളുടെ ഈ അഭിപ്രായം പിതാവിനെ ഞങ്ങൾ അറിയിക്കുകയും പിതാവ് ഞങ്ങൾക്കത് അനുവദിച്ച് തരികയും ചെയ്തു. നിലവിലുള്ള പള്ളിയേക്കാളും 4 മീറ്ററോളം അധികം മുന്നോട്ട് നീങ്ങിയാണ് തിയേറ്റർ ഉണ്ടായിരുന്നത്. അത് റോഡിന് വിട്ടുകൊടുത്ത് കഴിഞ്ഞ് ബാക്കി 4 മീറ്ററോളം പുറത്തേക്ക് മാറ്റിയാണ് പള്ളി നമ്മൾ പുതിയതായിട്ട് മുഖവാരം മാത്രം പണിത് പള്ളിയാക്കി രൂപാന്തരപ്പെട്ടു. ഇത് അക്വയർ ചെയ്തപ്പം ഒരു പൈസ കിട്ടി, എനിക്ക് തോന്നുന്നു 35 ലക്ഷം രൂപ കിട്ടിയെന്ന്. അത് ഉപയോഗിച്ചാണ് മുഖവാരം ഉണ്ടാക്കുകയും അത് മാത്രം വേറെ അതിനകത്ത് മുടക്കി മുഖവാരം ഉണ്ടാക്കുകയും ചെയ്തത്. വർഷങ്ങൾക്കപ്പുറത്ത് ഈ കത്തോലിക്ക ദേവാലയങ്ങൾ മുഴുവനും ബിയർ പാർലറുകളായി മാറുന്നുവെന്ന് പ്രഖ്യാപിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ഒരാളുടെ ജന്മനാട്ടിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ദേവാലയം നിലകൊള്ളുന്നത് എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. അതായത് ലോകം മുഴുവനും ആളുകൾ വിശ്വാസം ഉപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ അവർ മറ്റ് ഇഷ്ടമുള്ള രീതികളിലേക്കൊക്കെ പോകുന്നുവെന്ന് ആളുകൾ വിലപിക്കുന്ന ഒരു കാലത്ത് വളരെ അധികം കൗതുകകരമായ ഒരു കാര്യമാണ് ഒരു തിയേറ്റർ ആളുകൾ മുഴുവൻ ആരാധനയ്ക്ക് വേണ്ടി വന്നണയുന്ന ഒരു ആരാധനാ സമൂഹത്തിൻ്റെ വിശ്വാസ കേന്ദ്രമായി മാറുന്നു എന്നുള്ളത്. ഞായറാഴ്ചകളിൽ നല്ലവണ്ണം ആൾക്കാർ വരുന്നുണ്ട്. ഇതൊരു ജോലിക്കാരും സ്റ്റുഡൻസും ഒരുപാടുള്ള ഏരിയയാണ് ധർമ്മശാല എന്ന് പറയുന്നത്. എൻജിനീയറിംഗ് കോളേജ്, BEd കോളേജ്, നിഫ്റ്റ്, പോലീസ് ക്യാമ്പ്, യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ കേന്ദ്രമാണ് ധർമ്മശാല. അതുകൊണ്ട് അവിടെ ജോലിക്കായിട്ടും പഠിക്കാനായിട്ടും വരുന്ന നിരവധി ആൾക്കാരുണ്ട്. ക്രിസ്ത്യൻസായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഇങ്ങനെയൊരു പള്ളി.
ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം എനിക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ വളരെ വിചിത്രമായൊരു കാര്യം, ഒരുപാട് ആളുകൾ അവരുടെ ഒരു വിനോദോപാധിയായി കണ്ട് വന്ന് രസിച്ചിരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് ഒരു ദേവാലയമായി മാറുന്നു. ആളുകൾ മുഴുവനും അവരുടെ ഭക്താന്വേഷണത്തിന്, പ്രത്യേകിച്ച് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കുന്ന ഒരിടമായി മാറുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഈ ദേവാലയത്തിൽ ആ തിയേറ്ററിൻ്റെ ഒരു അവശേഷിപ്പും ബാക്കി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ 3 വർഷമായിട്ട് ഈ ദേവാലയത്തോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നതും. ഇവിടെ ഈ പള്ളിയുടെ മുമ്പിലൂടെ ആളുകൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഈ ദേവാലയത്തിൽ നോക്കി കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുപോലെ ആളുകൾ മുഴുവനും ഈ ദേവാലയത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ജാതി മത ഭേദമന്യേ അക്രൈസ്തവർ പോലും കുമ്പിട്ട് നമസ്കരിക്കുന്നത് കാണാറുണ്ട്. അതൊക്കെയും ഈ ദേവാലയത്തോട് അവർക്കുള്ള വലിയ ഭക്തിയും വലിയൊരു വിശ്വാസവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്രദേശത്തിൻ്റെ മുഴുവനും വിശ്വാസ കേന്ദ്രമായി ഒരു കാലഘട്ടത്തിൽ തിയേറ്ററായിരുന്ന നിഷ ടാക്കീസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലം മാറ്റപ്പെട്ടു എന്നുള്ളത് അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലും ഒരു മാറ്റവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ദേവാലയത്തോട് ചേർന്ന് MSMI കോൺഗ്രിഗേഷൻ്റെ ഒരു നവദർശൻ എന്ന കോൺവെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. 9 സിസ്റ്റേഴ്സാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അവരുടെ കൗൺസിലിംഗ് സെൻറ്ററും അവരുടെ സോഷ്യൽ സർവീസ് സെൻ്ററൊക്കെ ഉൾപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന 9 സിസ്റ്റേഴ്സ് ഈ പള്ളിയുടെ അനുദിന കാര്യങ്ങളിൽ, ദേവാലയ ശുശ്രൂഷയുടെ അഭാവത്തിൽ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് എന്ന് ഞാൻ സന്തോഷത്തോടെ പറയുകയാണ്.